ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ റെഡ് ചില്ലി കിച്ചൻ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സുഖിയനാണ്. അപ്പോൾ സുഖിയൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത ചെറുപയർ ഇവിടെയുണ്ട്. ഇതൊന്ന് നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചെറുപയർ ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലൊരു ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മൈദയിലേക്ക് 2 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതുപോലെ 2 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടി നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ചെറുതായി അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം കൂടി പോകാനും പാടില്ല. അപ്പോൾ ഇനി നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ പയർ ഇവിടെ പുഴുങ്ങിയത് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ പയറിനുള്ളിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങ ചിരകിയത് ഇതിലേക്ക് 1 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ശർക്കര ഇവിടെ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുകൂടി ഇതിനുള്ളിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മിക്സ് എല്ലാം ചെയ്തെല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ എല്ലാം യോജിപ്പിച്ചതിന് ശേഷം നല്ല ചെറിയ ബോൾസ് ആയിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അപ്പം നമ്മളിവിടെ ബോൾസ് എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടായി നമ്മൾ ഇപ്പോൾ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കടായി ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓയിൽ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. അപ്പം നമ്മുടെ ഓയിൽ ഇവിടെ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോൾസ് എല്ലാം നമുക്ക് ഓരോ ബോൾസായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ മുക്കി കൊടുക്കാം. ഇതിൻ്റെ എല്ലാ വശവും നന്നായിട്ട് മുങ്ങിയതിന് ശേഷം നമുക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ഓയിലിലേക്ക് നമ്മൾ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയോട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു വശം ഒന്ന് ചെറുതായി ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ വശം ഇങ്ങനെ തിരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായി വേകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സോസറിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സുഖിയനെല്ലാം ഇവിടെ നന്നായിട്ട് തയ്യാറായിട്ടുണ്ട്. എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോക്കൊപ്പം നമുക്ക് കാണാം. ബൈ ബൈ.